എത്തുമ്പോഴും അതിലെ പല സ്വർണ്ണങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാ. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനും ഇസ്രാഉം മിഅ്റാജും എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടത്തിയല്ലോ. ആ യാത്രയെക്കുറിച്ച് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന ആ സ്ഥലം വരെ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കടന്നുപോയി. എന്തൊക്കെയോ അത്ഭുതങ്ങൾ കാണുകയാണ്, എന്തൊക്കെയോ അത്ഭുതങ്ങൾ കാണുകയാണ്. അതാ വർണ്ണങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. അതെന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവസാനം ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു. അപ്പോഴതാ അതിൽ മുത്തിന്റെ ഒരു ഗോപുരം ഞാൻ കാണുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന മുത്തിന്റെ ഗോപുരങ്ങളാണ് ഞാൻ കണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, അങ്ങനെ ഞാൻ സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോ ഒരു നദിയുടെ ചാരത്തുകൂടെ പോകുകയാണ്, ഒരു നദിയുടെ ചാരത്തുകൂടെ പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അരികിലൂടെ നദിയുടെ ചാരത്തുകൂടെ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോൾ മുത്തുകൾ തുരന്നുണ്ടാക്കിയ മാളികകൾ അതിന്റെ ചാരത്തുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, ജിബ്രീലേ, ഏതാണ് ഈ നദി കാണുന്നത്? ഈ ഒഴുകുന്ന നദി ഏതാണ്? ഈ ഒറ്റമുത്തിന്റെ കൊട്ടാരങ്ങൾ പണിതു വെച്ചിരിക്കുന്നല്ലോ, ഇതിന്റെ ചാരത്തുകൂടെ ഒഴുകുന്ന നദി ഏതാ? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അത് കൗസറാണ് നബിയേ. അത് കൗസർ എന്ന് പറയുന്ന നദിയാണ്. മുത്തുനബിയോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കൗസർ എന്ന് പറയുന്ന നദി പ്രവാചകന് സ്വർഗ്ഗത്തിൽ കാണുകയാണ്. ആ നദിയുടെ ചാരത്ത് ചെറിയ ചെറിയ ഒരു മുത്തുകൾ കൊണ്ട് പണിതിരിക്കുന്ന കൊട്ടാരങ്ങൾ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് ആ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ട സംഭവങ്ങൾ വിവരിക്കുമ്പോ മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ദഖൽതുൽ ജന്നത ഫൈദാ അന ബിഖസ്രിൻ മിൻ ദഹബി ഫഖുൽതു ലിമൻ ഹാദാ ഫഖാലൂ ലിറജുലിൻ മിൻ ഖുറൈശ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിലൂടെ കടന്നു പോകുമ്പോ ഒരു മനോഹരമായ കൊട്ടാരം കാണുകയാണ്, ഒരു മനോഹരമായ കൊട്ടാരം കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് അവിടെ അത്ഭുതമായി, റസൂലുള്ളാഹി തങ്ങൾക്ക് അത്ഭുതമായി. മേറാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയപ്പോ ഒരു മനോഹരമായ കൊട്ടാരം കണ്ടു. അല്ലാഹുവിന്റെ റസൂലിന് വലിയ അത്ഭുതം, വലിയ ആ കൊട്ടാരത്തിന്റെ അകത്ത് കേറാൻ വരെ തോന്നിയെന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാ, ഈ വീട് ആർക്കുള്ളതാ? ഈ സ്വർഗ്ഗത്തിൽ കാണുന്ന ഈ കൊട്ടാരം ആർക്കുള്ളതാ? എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ആ സമയത്ത് അവിടെ നിൽക്കുന്നവർ പറഞ്ഞു കൊടുത്തു, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഖുൽതു ലിമൻ ഹാദാ ഫഖാലൂ ലിറജുലിൻ മിൻ ഖുറൈശ്. ഖുറൈശികളിൽപ്പെട്ട ഒരു മനുഷ്യനുള്ളതായത്, ഖുറൈശികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബത്ത് ചോദിച്ചു, ആർക്കാ നബിയെ? ആ ഖുറൈശികളിൽപ്പെട്ട ചെറുപ്പക്കാരനാരാണ്? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ കൊട്ടാരം പണിതിട്ടിരിക്കുന്ന മനുഷ്യനാരാ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നു, ഖത്താബിന്റെ മകന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടാണ്. മദീനത്തല്ല, മക്കത്തല്ല, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കണ്ടിട്ട് പ്രവാചകൻ പറയുന്നു, എനിക്ക് അതിനകത്ത് കേറണമെന്ന് തോന്നി. പക്ഷേ ഉമറിന് ഇഷ്ടപ്പെടില്ലല്ലോ. ഞാൻ എങ്ങാനും കേറിയ ചിലപ്പോ ഉമറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ കേറിയില്ല എന്ന് പ്രവാചകൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് കേറുന്നതിൽ
എനിക്കെന്തോ പ്രയാസമാ നബിയേ, അങ്ങ് കയറുന്നതിന് ഉമറിനെന്തോ പ്രയാസമാ നബിയേ. അല്ലാഹുവേ, ഭൂമിയിലിരുന്നിട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ കൊട്ടാരം പണിത സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, അൻ ഇസ്മാഈൽ റളിയല്ലാഹു തആല അൻഹു ഖാല ഖുൽതു ലി അബ്ദില്ലാഹി ഇബ്നു അബിൽ ഔഫ് റളിയല്ലാഹു തആല അൻഹുമാ ബസറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജത ഖാല നഅം ബി ബൈത്തിൻ മിൻ ഖസ്ബി. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഖദീജ ബീബിക്ക് സ്വർഗ്ഗത്തിന്റെ മുത്തുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ഭവനം സ്വർഗ്ഗത്തിലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. അതുപോലെ തന്നെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ 25 കൊല്ലം ജീവിച്ച ഖദീജ, ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അതാ പുഴകൾ ഒഴുകുന്ന ഭാഗത്ത് ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് പടച്ചവനെ മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുന്നു, എന്തിനാ കൊടുത്തത്? ഖദീജ ബീവിക്ക് അല്ലാഹു അത് കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? 25 കൊല്ലം തന്നെക്കാലം വയസ്സ് കുറഞ്ഞ പ്രിയപ്പെട്ട മുത്തുനബി എന്ന് പറയുന്ന ഭർത്താവിന്റെ കൂടെ 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും തന്റെ ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് സമ്മാനമായിട്ട് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു മുത്തിന്റെ കൊട്ടാരം സ്വർഗ്ഗത്തിലുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കുണ്ട്. പല സ്വഹാബികൾക്കും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ വീട് പണിതിട്ടിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എല്ലാവരും സ്വർഗ്ഗത്തിൽ ഇങ്ങനെ വീട് പണിതിടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വർഗ്ഗത്തിൽ ഒരു മാളിക ലഭിക്കുന്നതിന് വേണ്ടി ഒരു സത്യവിശ്വാസിയും ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെ ഇത് പറഞ്ഞപ്പോ ഉമർ തങ്ങൾ പണിതിട്ടിരിക്കുന്നു, ഖദീജ ബീവി പണിതിട്ടിരിക്കുന്നു, ഒരുപാട് സ്വഹാബികൾ സ്വർഗ്ഗത്തിൽ വീട് പണിതിട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്കൂടെ ഒരെണ്ണം പണിതിട്ടൂടെ? അതാ ഞാൻ ചോദിക്കണേ. ഞാൻ എന്തായാലും ഒരു വീട് പണി തുടങ്ങാൻ കാര്യമില്ല പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ വീട് പണിയാൻ കഴിയും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ലോകത്ത് വെച്ച് തന്നെ പരിശ്രമിക്കുകയാണെങ്കിൽ സ്വർഗ്ഗത്തിൽ നല്ല ഒരു വീട് ലഭിക്കുമെന്ന്, അതിന് ചില വഴികളുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പത്തനാപുരത്ത് കിടക്കണ പത്തനാപുരത്ത് എടത്തറയിൽ കിടക്കുന്ന സിറാജിനും ചങ്ങനാശ്ശേരി കിടക്കണ പായിപ്പാട് കിടക്കണ നിങ്ങൾക്കും സ്വർഗ്ഗത്തിൽ വീട് പണിയാൻ പറ്റും. വേണമെങ്കിൽ പണിതിട്ടോ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ സ്വർഗ്ഗത്തിൽ വീട് പണിതൂടെ? കാരണം ഈ അടുത്ത് പത്രത്തിലുണ്ടായിരുന്നു, ഇങ്ങനെ ചാനലുകളൊക്കെ കാണിക്കുന്നുണ്ട്, ദുബൈയിലാണെങ്കിൽ വെള്ളത്തിനകത്ത് നിൽക്കുന്ന ഒരു വീട്, വെള്ളത്തിനകത്തുള്ള ഒരു വീട് എത്രയോ കോടിക്കണക്കിന് രൂപയാണ്. ഉടച്ചോനെ ആലോചിക്കുക, വെള്ളത്തിനകത്ത് പൊങ്ങിക്കിടക്കുന്ന ഒരു വീട്. ഇന്ത്യയിലുള്ള ഏതൊരു സമ്പന്നനാണ് അത് മേടിച്ചത്, കോടികൾ കൊടുത്തിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോ, അപ്പൊ കടലിലും കരക്കെ വീട് എവിടെല്ലാം പണിയുന്നു. ഇനിയിപ്പോ ചന്ദ്രനിൽ പോയി താമസിക്കാൻ വേണ്ടി സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാർ നോക്കുമ്പോ നമുക്ക് പിന്നെ അത്രയും പൈസ ഒന്നും ഇല്ലല്ലോ, നമ്മൾ പാവപ്പെട്ടവരല്ലേ. നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയാൻ വല്ല വഴികളുണ്ടോ? ഉണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ വീടില്ല എന്ന് പ്രയാസപ്പെടുന്നവർ സ്വർഗ്ഗത്തിൽ വീട് പണിയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ചില നന്മകൾ ചെയ്താൽ സ്വർഗ്ഗത്തിൽ മലക്കുകൾ വീട് പണി തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ നമുക്ക് സ്വർഗ്ഗത്തിൽ വീട് പണിത് തരികയാണ്.
എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലനുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ഉറഫാ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ വീട് പണിയാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്മാര് മുഴുവനും കിടക്കുന്ന സ്വർഗ്ഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് കിടക്കുന്ന, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പടച്ചറപ്പ് ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയണോ? ഒരു മനുഷ്യന്റെ ആഗ്രഹമല്ലേ? ഒരു മനുഷ്യന്റെ ആഗ്രഹമല്ലേ? പടച്ചവനെ സ്വർഗ്ഗത്തിൽ വീട് പണിക, സ്വർഗ്ഗം കിട്ടുക എന്ന് പറയുന്നത്, ആ സ്വർഗ്ഗത്തിൽ ഒരു വീട് കിട്ടുക എന്ന് പറയുന്നത് എത്രയോ വലിയ മഹത്വമുള്ള കാര്യമാ. അതുകൊണ്ടാണ് നിങ്ങൾ ചരിത്രമെടുത്തു നോക്ക്. ഫിർഔനിന്റെ ഭാര്യയായ മഹദി ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹാ ഫിർഔനിന്റെ ഭാര്യയായിരുന്നില്ലേ? സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യയായിരുന്നില്ലേ? പടച്ചവനെ, ആ ഫിർഔനിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. അവന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ഒന്നിനും കുറവില്ലല്ലോ. അത്രയും വലിയ സുഖ ആഡംബരങ്ങൾക്ക് നടുവിൽ ജീവിച്ചിരുന്ന ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹാ അവസാനം ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കഴിഞ്ഞിരുന്ന ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോ അല്ലാഹുവോട് ചോദിച്ചത് എന്തെന്നറിയോ? ബൈതം ഫിൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിലൊരു വീട് വേണമല്ലാ, എനിക്ക് സ്വർഗ്ഗത്തിലൊരു വീട് വേണമല്ലാ. ആരാ ചോദിക്കുന്നത്? ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ പോലും അവിടുന്ന് ചോദിച്ചത് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, സ്വർഗ്ഗത്തിലൊരു വീട് പണിയാനുള്ള വഴി പറയുകയാണ്. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ലനുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ഉറഫാ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ. അല്ലാഹുവേ, തൗഹീദ് ഉൾക്കൊള്ളുകയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് കഴിയുന്നവനുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, സ്വർഗ്ഗത്തിലെ കൊട്ടാരം കെട്ടാനുള്ള ഒന്നാമത്തെ വഴി എന്താ? അല്ലാഹുവാണ് വലിയവനെന്ന് പറഞ്ഞാ പോരാ, അല്ലാഹ് എന്റെ റബ്ബാണെന്ന് പറഞ്ഞാ പോരാ, അല്ലാഹ് എനിക്ക് പേടിയാണെന്ന് പറഞ്ഞാ പോരാ, മുത്തുനബി എന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞാ പോരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ പ്രവാചകൻ മുത്തുനബിയെ കൊണ്ട് വിശ്വസിക്കുകയും എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന് കാണിച്ചു തന്നത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിനക്ക് വീടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സ്വർഗ്ഗത്തിൽ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് സ്വർഗ്ഗത്തിന് വീട് പണിയാനുള്ള വഴി എന്തെന്നറിയുമോ? സാധാരണ വീടല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, നദികളുടെ ചാരത്ത്, നദികളുടെ ചാരത്ത്. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിൽ വീട് കണ്ടില്ലേ? ഹൗദുൽ കൗസർ കണ്ടില്ലേ? ആ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന നദിയുടെ ചാരത്ത് ചെറിയ ചെറിയ വീടുകള്. എടാ, നിനക്കും വേണോ?
സ്വർഗത്തിൽ വീട് പണിയണോ? അല്ലാഹുവിനെ പേടിച്ച് ജീവിക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അവർക്ക് നാം സ്വർഗത്തിൽ ഉന്നത സൗധങ്ങളിൽ അവർക്ക് താമസ സൗകര്യം ഞാൻ ഒരുക്കി കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീനോട് പറയുകയാ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്ക്, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്ക്, അല്ലാഹു പറയുന്നതനുസരിക്ക്, ഖുർആൻ നിനക്ക് പറഞ്ഞു തരുന്നതനുസരിക്ക്, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കരുത്. അല്ലാഹു ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം മുറുകെ പിടിക്ക്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിതം മുറുകെ പിടിക്കാൻ കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തില് നമുക്കൊരു വീട് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു. അല്ലാഹുവിനെ വിശ്വസിക്കുകയും അല്ലാഹു പറയുന്നതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗത്തിൽ ഒരു വീട് കിട്ടും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ട്, പായിപ്പാട് പള്ളിയുടെ പണിക്ക് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് 1000ഉം 1500ഉം 10000ഉം തരുന്നവര് കേട്ടോ, രണ്ടാമത്തെ പണി എന്താ? അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ വീട് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ബനാ മസ്ജിദൻ ലില്ലാഹ് ബനല്ലാഹു ലഹു ഫിൽ ജന്നതി മിസ്ലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാൾ ഒരു പള്ളി അല്ലാഹുവിന് വേണ്ടി നിർമ്മിച്ചാൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ അല്ലാഹു അവന് സ്വർഗ്ഗത്തിൽ അതുപോലെ ഒരു വീട് നിർമ്മിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി ആരെങ്കിലും ഒരു വീട് പണിതാൽ, ഒരു പള്ളി പണിതാൽ അതുപോലുള്ളത് തന്നെ അല്ലാഹു സ്വർഗ്ഗത്തിൽ അവന് പണിതു കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. മറ്റൊരു ഹദീസ് ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ബനാ മസ്ജിദൻ ലില്ലാഹ് കം മഫ്ഹലി ഖത്ത. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസ്ഗറ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഒരാൾ, ഏത് പള്ളി നിങ്ങൾ കേൾക്കണം, സമാധാനത്തിൽ കേൾക്കണം, ഇത് ഈ സദക്ക തരുന്നവർക്ക് വേണ്ടി നിങ്ങൾ കേൾക്കണം, ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ ഒരു പക്ഷി അടയിരിക്കുന്ന കൂടിനോളം, ഒരു ചെറിയ കുരുവി, ചെറിയ കിളിയുണ്ടല്ലോ കുരുവിയല്ലേ ഇപ്പൊ ഏറ്റവും ചെറിയ കിളി, അത് അടയിരിക്കുന്ന കൂട് കണ്ടിട്ടുണ്ടോ? ചെറിയ കൂട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു പക്ഷി അടയിരിക്കുന്ന കൂടിനോളമോ അതിനേക്കാളും ചെറുതോ. കേക്ക്, ഒരു പക്ഷി, ഇപ്പൊ റഫീഖിന്റെ കടയിലൊക്കെ കൂടില്ലടാ കിളിയുടെ അല്ലേ, ചെറിയ, അവനെ തത്ത. എന്റെ പ്രിയപ്പെട്ട, അത് പറയാൻ പാടില്ല, എന്റെ സത്യത്തിൽ അതിനെ കുറിച്ചൊക്കെ പഠിക്കണം. ഈ പറന്ന് നടക്കുന്ന ജീവികളെ പിടിച്ചു കൂടിനകത്തിടുന്ന മഹാന്മാരൊക്കെ കേൾക്കണം. പറന്ന് നടക്കുന്ന കിളികളെ പിടിച്ചു കൂടിനകത്തിടണം, അതിനെ ചാവുന്നത് വരെ കൂട്ടിനകത്തിട്ടേക്കുന്നു. ഗവൺമെന്റ് പറഞ്ഞ് 2 ദിവസം വീടിനകത്തിരിക്കട, പുറത്തിറങ്ങണ്ട, പറ്റണില്ല അവനെ. മനസ്സിലാക്കി. പൂച്ചയുടെ ഭക്ഷണം പൂച്ചയ്ക്ക് കൊടുക്കണം, നമ്മൾ ഫുഡൊന്നുമല്ല, ആ പൂച്ചയുടെ ഫുഡിന്റെ കവറിന്റെ മുകളിൽ ഹലാൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ട എന്താ, ഏറ്റവും കൂടുതൽ പൂച്ചയെ വളർത്തൽ ആരാ? മുസ്ലിമീങ്ങളാ. അതും 10,000, 15,000, 20,000 തോളത്ത് വെച്ചോണ്ടാ നടക്കണം. പൊടിക്കുഞ്ഞിനെ എടുക്കൂല പാവം. പടച്ചവനെ സ്വന്തം മക്കളെ എടുക്കൂല. പൂച്ചയെ പൂട പിടിച്ചൊരു പൂച്ചയെടുത്ത് തോളത്ത് വെച്ചിട്ട് പാവന്റെ മുഖം കൊണ്ടൊക്കണം, അതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നവർ. വീട്ടിലെ പൂച്ച നമ്മുടെയൊക്കെ വാപ്പായ ഉമ്മാങ്ങാനുണ്ടായിരുന്നെങ്കിൽ മടല് വെട്ടിയിട്ട് തല്ലിയനെ. പണ്ട് എവന്റെ വീട്ടിലാടാ പൂച്ചല്ല,
ഇരിക്കണം. ഞാൻ വീട്ടിൽ പൂച്ച വളർത്തുന്ന ഓരോ മനുഷ്യരും ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂച്ച ഇഷ്ടമായിരുന്നു, പക്ഷെ വളർത്തിയിട്ടുണ്ടാ? പൂച്ചയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ നടക്കും. വീട്ടിൽ വന്ന് ആട്ടി ഓടിക്കലല്ല, അതിന് കഴിക്കാൻ ആഹാരം കൊടുക്കണം. ആട്ടി ഓടിക്കലല്ല, അതിനെ ഉപദ്രവിക്കലല്ല. എത്രയോ നാടൻ പൂച്ച കിടക്കണം, വളർത്താറുണ്ടേ. നാടൻ കോഴിക്കല്ലേ വില, നാടനല്ലേ വില. എത്രയോ പൂച്ച. പടച്ചവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഓരോ പ്രസവത്തിൽ 2-3 എണ്ണത്തിനെ പോയി തിരിയും കുഞ്ഞു പൂച്ച. ആരാപ്പ എടുത്ത് വളർത്തണ? ചിന്തിച്ചു നോക്ക്. പടച്ചവനെ വീടിനകത്തൊക്കെ വലിയ 20,000 എടുത്ത് എവിടെ പോയപ്പോ കൂട്ടിന്റെ അകത്ത് ഫാൻ വെച്ചിരിക്ക. പൂച്ചയ്ക്ക് ചൂട് പറ്റത്തില്ല. ഫാൻ ആ പൂച്ചയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ആ പൂച്ചയായിട്ട്. കാരണം പടച്ചോ, ഞാൻ കണ്ടത് എന്റെ കണ്ണുകൊണ്ട് അത്ഭുതത്തോടെ. ഒരു ഫാൻ, ഇതുപോലത്തെ ഒരു ഫാൻ വെച്ചിരിക്ക. പൂച്ചയ്ക്ക് ചൂടടിക്കാൻ പാടില്ല. സ്വന്തം മക്കൾക്കുണ്ട്, അവന്റെ വാപ്പായ്ക്കുള്ള വെള്ളം കൊടുക്കാത്തവനാ പൂച്ചയ്ക്ക് ചൂടടിച്ചു കൊടുക്കാൻ. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീടിനകത്ത് പൂച്ചയെ കയറ്റി വളർത്തുന്ന ഒരുപാട് പേര്. അതിനൊക്കെ നിയമങ്ങൾ ഇപ്പൊ നമ്മൾ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. മുസ്ലിമീങ്ങളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ. മറ്റുള്ളവർ പട്ടിയെ വളർത്തുന്നു, നമ്മൾ പൂച്ചയെ വളർത്തുന്നു. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് പറഞ്ഞപ്പോഴാ അപ്പൊ അത് പോയെ? അൻസാരി തന്നെ നോക്കണം. വീട്ടിൽ പൂച്ചയുണ്ടോ? അൻസാരിയാണെന്റെ അത്ത ഉണ്ടായിരുന്നെങ്കിൽ ഇതിലേക്കൂടെ ഓടുന്ന അണ്ണൻ എന്നെ അറിയത്തില്ല. എന്നാൽ ചിന്തിച്ചു നോക്ക്. ഈ പൂച്ചയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. അടുത്ത് വന്ന് ഇങ്ങനെ കിടക്കും, ഒരു കൂർക്കമ്പലിയേക്കും. നമ്മുടെ കൂടെ ഇവിടെ കിടക്കത്തുള്ളൂ പൂച്ച. പടച്ചോനെ തല്ലും നമ്മുടെ ഉപ്പമാർ വീടിനകത്ത് കയറ്റിയ. ഇപ്പത്തെ പറയും ഉസ്താദെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടല്ലോ. പൂച്ചയ്ക്ക് ഇഞ്ചക്ഷനായി. അല്ലാഹു അലം. അണ്ണൻ ചിന്തിക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനൊന്നും പറയണില്ല, കാരണം ഇതില്ലേ കാലേ അതപ്പത്തെ പ്രശ്നം. അത് പേടിച്ചിട്ട വേറൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്തപ്പോ പറഞ്ഞേ? കുരുവി, ചെറിയ കിളി. അവിടെ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, കോടിക്കണക്കിന് രൂപയുടെ പള്ളിയൊന്നും അല്ലട്ടോ പറഞ്ഞേ. ഇവിടെ ഒരു ചെറിയ പക്ഷി അടയിരിക്കുന്ന ഒരു കൂട്, അല്ലെങ്കിൽ അതിനേക്കാളും ചെറുത്. നിങ്ങൾ ചിന്തിച്ചു, അതിനേക്കാളും ചെറുതിരിക്കും. ഒരു കുരുവിയുടെ കൂട് എത്ര വലുതായിരിക്കും നമ്മൾ ചിന്തിക്കുക. അതോ അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതോ ആയ ഒരു പള്ളി അള്ളാഹുവിന് വേണ്ടി നിർമ്മിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിക്കുന്നതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു കുരുവിയുടെ കൂടെന്ന് പറഞ്ഞാൽ ഒരു അല്പം, അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതാണ് വെക്കുന്നതെങ്കിൽ പോലും സ്വർഗത്തിൽ കിട്ടുമെന്നല്ലേ. അപ്പൊ അൽഹംദുലില്ലാഹ്, ഇത്രയും വലിയ പള്ളിക്ക് 1500 സ്ക്വയർ ഫീറ്റ് കൂടിയാലും നമുക്ക് സ്വർഗത്തിൽ പോവാം. ഒരു ചെറുതാണെങ്കിൽ പോലും അൽഹംദുലില്ലാഹ്, ഇത്രയും വലിയൊരു പള്ളി നമുക്ക് ഒറ്റയ്ക്ക് വെച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെറുതാണെങ്കിലും നിങ്ങൾ കൊടുക്കുന്നത് 1000 രൂപയായിരിക്കാം, ഒരു സ്ക്വയർ ഫീറ്റിന്റെ പൈസയായിരിക്കാം, 1 ഗ്രാമിന്റെ പൈസയായിരിക്കാം. പക്ഷെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു വീടാ, അള്ളാന്റെ സ്വർഗത്തിൽ ഒരു വീടാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നബിയുടെ പള്ളിയുടെ പരിഷ്കരിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവി ഉണ്ടല്ലോ, അതിങ്ങനെ പടച്ചവനെ ഒന്ന് വിശാലമാക്കുന്ന സന്ദർഭത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ സന്ദർഭത്തിൽ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു പള്ളി നിർമ്മിച്ചാൽ അതുപോലെയുള്ള ഒരു ഭവനം സ്വർഗത്തിൽ അള്ളാഹുവിന് നിർമ്മിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒറ്റയ്ക്കൊരു പള്ളി നിർമ്മിക്കാൻ ശേഷിയില്ലാത്തവർ മറ്റുള്ളവരോടൊപ്പം അതിൽ പങ്കാളികളാവുന്നതിലൂടെ നമുക്കും അവർക്കും ആ പ്രതിഫലം കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാ. സ്വന്തമായിട്ടൊരു പള്ളി കെട്ടിക്കൊടുക്കുന്നവർ, എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് മാത്രമല്ല, പടച്ചവനെ അതാ പലതുള്ളി പെരുവെള്ളമാണല്ലോ. എല്ലാവരും പടച്ചവനെ ഒരു പള്ളിയുടെ പണി നടക്കുമ്പോ നാട്ടുകാർ
നാട്ടുകാരും പ്രവാസികളും വീട്ടുകാരും എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത് കൊടുക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്ക് പണിത് കൊടുക്കുന്നവന് മാത്രമല്ല, ഈ പായിപ്പാട് പള്ളി ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത, ഈ നാട് എവിടെയാണെന്ന് പോലും അറിയാത്ത എത്രയോ പേര് പടച്ചവരെ കേരളത്തിൽ നിന്ന് കർണാടകയിൽ നിന്ന് പ്രവാസ ലോകത്തിൽ നിന്റെ പള്ളികളുടെ നിർമ്മാണത്തിന് വേണ്ടി സദഖ കൊടുക്കുന്ന മുസ്ലിമേ, നിനക്കല്ല തരുന്ന പ്രതിഫലമറിയുമോ? നിനക്കല്ല തരുന്ന പ്രതിഫലമറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലൊരു വീടാ, അല്ലാഹുവിന്റെ സ്വർഗത്തിലൊരു വീടാ. ദുനിയാവിലിരുന്നു കൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെ വീട് പണിയാറുള്ള ഭാഗ്യമാ പായിപ്പാട് പള്ളിക്ക് വേണ്ടി തരുന്നവരെ, അല്ലാഹുവേ ഈ പള്ളി നിന്നെ മറക്കൂല, ഈ പള്ളി ഒരിക്കലും നിന്നെ മറക്കൂല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരികയാണ്, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പടച്ചവനെ ഈ പള്ളിക്ക് വേണ്ടി തരുന്നുണ്ടല്ലോ. രോഗം പിടിച്ച് കിടക്കുന്നവർ, ജോലിയില്ലാത്തവർ, പടച്ചവനെ തന്റെ ജോലിയിൽ ആദ്യമായിട്ട് കിട്ടിയ ശമ്പളം തരുന്നവരുണ്ടല്ലോ. എന്തേ പ്രതിഫലമെന്നറിയുവോ? ആരും മറന്നാലും പള്ളി മറക്കൂല, ആരും മറന്നാലും പള്ളി മറക്കൂല. ദുനിയാവിലെ പള്ളികൾ മുഴുവനും സ്വർഗത്തിലാ, ദുനിയാവിലെ പള്ളികൾ മുഴുവനും സ്വർഗത്തിലാ. പള്ളി ഒറ്റയ്ക്കല്ല പോകുന്നത്, പള്ളി ഒറ്റയ്ക്കല്ല പോകുന്നത്. 5 വിഭാഗം പള്ളിക്കകത്തിരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉളുഹിയ മൃഗത്തെ വാങ്ങുന്ന എന്തിനാ? സ്വർഗത്തിൽ പോകാനുള്ള വാഹനം അല്ലേ? എങ്കിൽ പായിപ്പാട് പള്ളിക്ക് വേണ്ടി പൈസ കൊടുത്തവരെ, നിങ്ങളെ കൊണ്ടുപോകാൻ ഈ പള്ളി ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ടാണ് കൊടുത്തതെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനകത്തിരുന്ന് പോകാം. അല്ല, നാട്ടുകാർ കാണാനാണെങ്കിൽ അതിന്റെ കാര്യത്തിൽ എനിക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളി 5 വിഭാഗത്തെ സ്വർഗത്തിൽ കൊണ്ടുപോകും. അള്ളാഹു ആ വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. ആരെയൊക്കെയാ കൊണ്ടുപോണേ? പറമനുഷ്യന്മാരെ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ആരെയൊക്കെയാ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേ? ഇൻഷാ അല്ലാഹ് ഇലക്ഷൻ വരട്ടെ പറയാം. ഇൻഷാ അല്ലാഹ് സമയമുണ്ടല്ലോ. എന്തോ ചോക്കണ്ടേ? പള്ളിക്ക് വേണ്ടി ആരെല്ലാം സഹായം കൊടുത്തിട്ടുണ്ടോ അവരെയൊക്കെ പള്ളി കൊണ്ടുപോകും. ബാക്കി 4 വിഭാഗം പിന്നെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരാൾക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് പള്ളി നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അൽഹംദുലില്ലാഹ്, ഏറ്റവും ജനക്കിടയിൽ വിടവ് കണ്ടാൽ ആ വിടവ് കയറി നികത്തണം, ആ വിടവ് കയറി നികത്തണം. അങ്ങനെ കയറി നിൽക്കുന്നവന് സ്വർഗത്തിൽ അള്ളാഹു ഒരു ഭവനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ പിന്നെ വിടവൊക്കെ ഉണ്ട്, ഇപ്പൊ പിന്നെ വിടവല്ലേ പറ്റൂ. പവനസ്കരിക്കുന്ന സമയത്ത് വിടവുകൾ തന്നെ. പക്ഷെ ആ വിടവുകൾ ഇങ്ങനെ നിയമങ്ങൾ പറയുന്നുണ്ടെങ്കിലും ബസ്സിനകത്ത് ആ വിടവ് കാണാറില്ല, ബസ്സിനകത്ത് കാണാറില്ല, മാർക്കറ്റുകളിൽ കാണാറില്ല, കല്യാണ വീടുകളിൽ കാണാറില്ല. പള്ളിക്കകത്ത് വലിയ വിടവ, 6 അടിയാണ് ഇപ്പം വിടവ്. ഖബറിന്റെ ചിന്ത വരാൻ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ്, ആരെങ്കിലും നമസ്കാരത്തിൽ സഫുകൾക്കിടയിലെ വിടവ് നികത്തിയാൽ അവന് സ്വർഗത്തിൽ ഒരു വീട് പണിയുകയും അവിടെ അവന്റെ പദവി ഉയർത്തപ്പെടുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നമസ്കരിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന സഫിലെ വിടവ് മാറ്റിയാൽ ആ വിടവുള്ള സ്ഥലത്തേക്ക് ചിലരണങ്ങിക്കൂല. അതങ്ങനെ ഫാനിന്റെ ചുവട്ടിലേ നിൽക്കത്തുള്ളൂ ചിലര്. മുമ്പത്തെ സഫി സ്ഥലമുണ്ടെങ്കിലും പലര് ഫാനിന്റെ ചുവട്ടിൽ തന്നെ നിൽക്കത്തുള്ളൂ. ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കും. അവിടെ 2 പേർക്ക് നിൽക്കാമെങ്കിലും നിൽക്കൂല. അങ്ങനെ ചില ആൾക്കാർ. മറ്റു ചിലരാണെങ്കിൽ അവർക്ക് പെർമനന്റ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്, അവരവിടെ തന്നെ ഇരിക്കും.
അങ്ങനെയുള്ളവരുമുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഫുകളുടെ വിടവുകൾ വീട്ടിയാൽ, ആ വിടവുള്ള സ്ഥലത്ത് കയറി നിന്ന് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ ഒരു വീടും കിട്ടും, അള്ളാഹു നിന്റെ പദവി ഉയർത്തി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന എളുപ്പവഴി, അള്ളാഹുവിന്റെ സ്വർഗം, ആ സ്വർഗത്തിൽ ഒരു വീട് കിട്ടാനുള്ള എളുപ്പവഴി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സഫുകളെ നേരെയാക്കുവിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് നമസ്കരിക്കുന്ന സമയത്ത് പറയുമായിരുന്നു, അഖീമൂ സുഫൂഫകും ഫഇന്നി അറാകും മിൻ വറാഇൽ ലഹരി. നിങ്ങൾ സഫുകളെ നേരെയാക്കുവൻ, എന്റെ മുതുകിന്റെ പിന്നിലൂടെ, എന്റെ മുതുകിൽ ജാരിയായ സദഖേത ഈ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കണ്ട എന്നല്ല, പക്ഷെ ജാരിയായ സദഖ, അതാണ് ബുദ്ധി. ഞാനൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി കൊടുത്താൽ ആ കഴിച്ചു കഴിഞ്ഞു. അല്ലെങ്കിലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിത്യമായിട്ട് കിട്ടും. ഈ പള്ളി നിലനിൽക്കുന്ന കാലത്തോളം നമുക്ക് കൊടുത്തവർക്ക് പ്രതിഫലമുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് ഈ അറബികളൊക്കെ പള്ളി കെട്ടിക്കൊടുക്കാൻ നടക്കണേ. അറബികൾ പള്ളി ഇവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നവരുണ്ട് അറബികളൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊക്കെ അൽഹംദുലില്ലാ നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ഞാനും ഒരു നന്മ ചെയ്തിട്ടുണ്ട്, എന്താന്ന് ഞാൻ പറയണില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കാരണം അവനവന് പോകണമെങ്കിൽ എന്തെങ്കിലും ചെയ്തു വെക്കണം കേട്ടോ. നമ്മുടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിലും, നമുക്കൊക്കെ നമ്മൾ ചെയ്യുന്ന അമല് കൊണ്ട് സ്വർഗത്തിൽ എന്തായാലും പോകില്ല. ഒരിക്കലില്ല. അപ്പൊ പിന്നെ പോകാൻ വല്ല ഇങ്ങനത്തെ വല്ല വഴി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെയ്യാം. അൽഹംദുലില്ലാ. അള്ളാഹു എനിക്കൊരു നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അതിനെല്ലാം എളുപ്പത്തിലാക്കി തരുമാറാകട്ടെ, അള്ളാഹു അത് ഖൈറിലാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ വീട് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി ആര് പള്ളി പണിയുന്നുണ്ടോ ആ പള്ളി പണിയുന്നവന് അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് പണിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായിട്ട് പ്രവാചകൻ പറയുകയാ, 12 റക്അത്ത് റവാത്തിബ് നമസ്കാരം നിർവഹിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിൽ വീട് കിട്ടാനുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയുമോ? 12 റക്അത്ത് റവാത്തിബ് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവന് സ്വർഗത്തിൽ ഒരു വീടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 5 വഖത്ത് ഫർള് നമസ്കാരത്തിനോടനുബന്ധിച്ച് ഏതാനും സുന്നത്ത് നമസ്കാരങ്ങളുണ്ടല്ലോ, റവാത്തിബ് നമസ്കാരങ്ങളുണ്ടല്ലോ. ആ 12 റക്അത്ത് സുന്നത്ത് നമസ്കാരം ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരു വീടാ. حبيبا رضي الله تعالى عنها سمعت رسول الله صلى الله عليه وسلم يقول من صلى 12 ركعة في يوم وليلة بني له بهن بيتا في الجنة. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹാ മഹദിയവിടെന്ന് പറയുകയാണ്, ഒരു ദിവസം ആരെങ്കിലും ഫർള് നമസ്കാരത്തിന് പുറമേ 12 റക്അത്ത് നമസ്കരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ അല്ലാഹു അവനൊരു ഭവനം ഒരുക്കുന്നതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു. 12 റക്അത്ത് സുന്നത്ത് റവാത്തിബ് നമസ്കാരം, 12 റക്അത്ത് ആ സുന്നത്ത് നമസ്കാരം ആര് എല്ലാ ദിവസവും നിസ്കരിക്കുന്നുണ്ടോ അവൻ അല്ലാഹു സ്വർഗത്തിൽ ഒരു ഭവനം ഒരുക്കി തരും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഏതാ 12 റക്അത്ത്? ഏതാ ഈ 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം? പരമനുഷ്യന്മാരെ, ഫർള് നിസ്കരിക്കണില്ല, ഇനിയാ ഉസ്താദേ സുന്നത്ത്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മൻ സാബറ അലാ 12 റക്അത്തൻ മിൻ സുന്നതി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന 4 റക്അത്തിൻ ഖബല അൽ-ളുഹരി. കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 4 റക്അത്തിൻ ഖബല അൽ-ളുഹരി വ റക്അത്തൈനി ബഅദഹാ വ റക്അത്തൈനി ബഅദ അൽ-മഗ്രിബി വ
وركعتين بعد العشاء وركعتين قبل الفجر قال نبينا رسول الله. ഏതാണ് 12 റക്അത്ത് നിസ്കാരം? ഏതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? സ്ഥിരമായി 12 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് നൽകും. ഏതാണ് ഈ 12 റക്അത്ത് നിസ്കാരം? ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത്. ളുഹറിന്റെ ഫർളിന് മുമ്പ് നിസ്കരിക്കുന്ന 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ളുഹറിന് ശേഷമുള്ള 2 റക്അത്ത്. നമ്മളൊക്കെ പിന്നെ ശേഷം 4 നിസ്കരിക്കുന്നവരുണ്ട്. മദ്ഹബുകൾ ഇപ്പൊ ഇല്ല എന്നല്ല, നമ്മുടെ ശരികണ്ട എന്താ? ളുഹറിന് മുമ്പ് 4, ളുഹറിന്റെ ഫർളിന് ശേഷം 2. നമ്മള് നേരെ തിരിച്ചു. അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. നിസ്കാരം സുന്നത്ത് എണ്ണം നോക്കിയാൽ മാത്രം മതി. നേരെ തിരിച്ചും ഹദീസുണ്ട്, 2 ഹദീസുകളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ളുഹറിന് ഫർളിന് മുമ്പ് 4 റക്അത്ത്, ളുഹറിന്റെ ഫർളിന് ശേഷം 2 റക്അത്ത്, മഗ്രിബിന് ശേഷം 2 റക്അത്ത്. അല്ലേ? മഗ്രിബിന്റെ ഫർള് നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്ത്.